السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ തഫ്സീറിൽ അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 94-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ضربتم في سبيل الله فتبينوا. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദാ ضربتم في سبيل الله, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി നിങ്ങൾ പുറപ്പെടുമ്പോൾ, യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ, ഫതബയ്യനു, നിങ്ങളൊരു കാര്യം സ്വീകരിക്കണം, വ്യക്തമാക്കണം. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിന, നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങളോട് സലാം പറയുന്ന ആള് നിങ്ങൾ മുഅ്മിനല്ല, സലാം പറയുന്ന വ്യക്തിയോട് നീ മുഅ്മിനല്ല, നീ സത്യവിശ്വാസിയല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. തബ്തഗൂന അർളൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട്. ഫഇൻദല്ലാഹി മഗാനിമു കസീറ, അല്ലാഹുവിന്റെ അടുക്കൽ ധാരാളം ഗനീമത്തുകളുണ്ട്, നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. കദാലിക കുൻതും മിൻ ഖബൽ ഫമന്നല്ലാഹു അലൈക്കും, അതുപോലെ തന്നെയായിരുന്നു നിങ്ങൾ മുൻപും, അല്ലാഹു നിങ്ങളുടെ മേലെ അനുഗ്രഹം ചൊരിഞ്ഞതാണ്. ഫതബയ്യനു, നിങ്ങൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് ജിഹാദിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ്. ഇതിൽ അല്ലാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനായി പോകുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം മനസ്സിലാക്കിയാൽ ഒന്നുകൂടി ഈ ആയത്ത് എളുപ്പത്തിൽ നമുക്ക് ബോധ്യപ്പെടും. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം മുഫസ്സിരീങ്ങൾ പറയുന്നത് ബുഖാരിയിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന റജുലുൻ ഫീ ഗുനൈമത്തിൻ ലഹു ഫലഹിഖഹുൽ മുസ്ലിമൂൻ, ഒരിക്കൽ മുസ്ലിമീങ്ങൾ ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയോടൊപ്പം കുറെ ആടുകളും അതുപോലെ തന്നെ കുറെ സ്വത്തും സമ്പത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവരെ കണ്ടുമുട്ടി. അപ്പൊ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ശത്രുക്കൾ ഛിന്ന ഭിന്നമായി പോയപ്പോൾ ഈ വ്യക്തി അവിടെ ഒറ്റപ്പെട്ടതാണ്. അപ്പോൾ മുസ്ലിമീങ്ങളെ കണ്ടപ്പോൾ ആ വ്യക്തി ഇങ്ങോട്ട് പറഞ്ഞു, ഫഖാല അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫഖതലൂഹു വഅഖദൂ ഗുനൈമതഹു, പക്ഷെ മുസ്ലിമീങ്ങൾ കാഫിറാണ് എന്ന നിലക്ക് അയാളെ വധിക്കുകയും യുദ്ധസന്ദർഭമാണ്, അയാളുടെ സ്വത്തുക്കളെല്ലാം ഗനീമത്തായി എടുക്കുകയും ചെയ്തു. ഫഅൻസലല്ലാഹു ഫീ ദാലിക ഹാദിഹിൽ ആയ, ഈ ആയത്ത് അതിന്റെ മേലെ ഇറങ്ങിയതാണ്. വേറെ ചില റിവായത്തിൽ ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയുണ്ടായി എന്നും കാണാം. ഇത് പിന്നെ ഈ ആരാണ് കൊന്നത്, ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവ് വന്നിട്ടില്ല. പക്ഷെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് ഉസാമ റളിയല്ലാഹു അൻഹു ആണ് എന്നും, ചിലർ അല്ല അത് അബൂ ഖതാദയാണ്, ചില അബൂദർദ ആണ് എന്നെല്ലാം പറഞ്ഞത് കാണാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ അന്ന് കാലത്ത് തന്നെ ശത്രുക്കളുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് ഒറ്റപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശത്രുക്കളെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുക്കൾ ഛിന്ന ഭിന്നായി പോകുന്ന സന്ദർഭത്തിൽ ഇവർ ചിലപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിലാവും ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ മുസ്ലിമുകളെ കാണുമ്പോൾ ഞാൻ മുസ്ലിം ആണെന്ന് അറിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇസ്ലാമിന്റെ തഹിയ്യത്തായിട്ടുള്ള സലാം, അതായത് ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള വ്യക്തി ഇങ്ങോട്ട് സലാം പറയുകയോ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുകയൊക്കെ ചെയ്തു. അപ്പൊ മുസ്ലിമുകൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് എന്താ വിചാരിക്കുക, മുസ്ലിമുകളെ സൈന്യത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടപ്പോൾ അവൻ എന്ത് പറഞ്ഞതാണ്, രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായിരിക്കും, സലാം അസ്സലാമു അലൈക്കും എന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതായിരിക്കും, യഥാർത്ഥത്തിൽ മുസ്ലിമായിട്ട് ഉണ്ടാകില്ല എന്നുള്ള ധാരണയിൽ എന്തു ചെയ്തു, ഈ വ്യക്തിയെ കൊല്ലുകയാണ് ഉണ്ടായത്.
അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്. അങ്ങനെ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഫതബയ്യനു, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ പറയുന്ന വ്യക്തി രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണോ അതല്ല അവൻ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാണോ മുഅ്മിനാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഹദീസിൽ വന്നതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിപ്പോയി. അഥവാ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലുള്ളത് അറിയപ്പെട്ടതാണ്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൻ ലാ ഇലാഹ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് വന്നത് എന്നും കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ നീ വധിച്ചുവോ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്നാൽ എന്ത് ചെയ്യും എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് പിടിച്ചെടുത്ത ഗനീമത്ത് സ്വത്ത് തിരിച്ചു കൊടുക്കുകയും അയാളെ വധിച്ചതിന് പകരം ദിയ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണാം. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഒരു മുഅ്മിനെ വധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ ഇന്ന ആൾ പറഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് പറയാണ് വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിന, നിങ്ങൾ എടുത്തു ചാടിക്കൊണ്ട് നിങ്ങളോട് സലാം പറഞ്ഞ ഒരാൾ, ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സലാം പറഞ്ഞ ഒരാൾ മുഅ്മിനല്ല, നീ കാഫിറാണ് എന്ന് എടുത്ത വഴിക്ക് ഒന്നും പരിശോധിക്കാതെ ഒന്നും വ്യക്തമാക്കാതെ തിരിച്ചു പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അല്ലാഹു തആല ഈ ആയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, അയാളിൽ ഉണ്ടോ, അയാൾ രക്ഷപ്പെടാൻ പറഞ്ഞതാണോ എന്നൊന്ന് വ്യക്തമാക്കാനുള്ള സമയം അവിടെ നിങ്ങൾ എടുക്കണം. തബ്തഗൂന അറളൽ ഹയാത്തിദ് ദുനിയ, ഇവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വധിച്ച സന്ദർഭത്തിൽ ആ വ്യക്തിയോടൊപ്പം കുറെ സ്വത്തുകൾ ഉണ്ടായിരുന്നു, ആടുകളും അതുപോലെ തന്നെ കുറെ സ്വത്തുള്ള ആളായിരുന്നു. അപ്പോൾ അയാളെ വധിച്ചാൽ ശത്രുവാണ്, പക്ഷെ അയാളെ വധിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ ഭൗതികമായിട്ടുള്ള ഈ നേട്ടങ്ങൾ നേടാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വാക്ക് പറയരുത്. സലാം പറഞ്ഞ ഒരാളെ നീ മുഅ്മിനല്ല എന്ന് പറയരുത്. ഫഇൻദല്ലാഹി മഗാനിമു കസീറ, അല്ലാഹുവിന്റെ അടുക്കൽ ധാരാളം നിങ്ങൾക്ക് നേട്ടമായി ലഭിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫഹല്ലാ ശഖഖ്ത അൻ ബത്നിഹി ഫഅലിംത മാ ഫീ ഖൽബിഹി, നീ അവന്റെ ഉള്ളു തുറന്നിട്ട് അവന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, അവന്റെ കൽബിനുള്ളിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ പറഞ്ഞത് എന്നെല്ലാം ചോദിച്ച സന്ദർഭം കാണാം. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തഹിയ്യത്ത് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് അറിയിക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു ചാടിക്കൊണ്ട് നിങ്ങൾ വധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇവിടെ പറയാണ്. എന്നിട്ട് നിങ്ങൾ അതും പ്രത്യേകിച്ച് അവന്റെ സ്വത്ത് ആഗ്രഹിച്ച് യുദ്ധത്തിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വത്ത് ലഭിക്കുമെന്ന നിലക്ക് നിങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറയാണ്. അല്ലാഹു തആല അവസാനത്തിൽ മുഅ്മിനീങ്ങളോട് പ്രത്യേകം പറയുന്ന ഒരു വാക്കുണ്ട്, കദാലിക കുൻതും മിൻ ഖബൽ, നിങ്ങൾ ഇതിനു മുമ്പ് അതുപോലെ ആയിരുന്നു. അഥവാ ശത്രുക്കളുടെ ഇടയിൽ ഇസ്ലാം വെളിവാക്കാൻ പറ്റാത്ത രീതിയിൽ മുസ്ലിമാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു കാലങ്ങൾക്ക് കടന്നുപോയിട്ടുണ്ട്. വിശ്വാസികൾ പറയും നിങ്ങൾക്ക് എന്താണ് ഇജ്ജത്ത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊരു കാലത്ത് ഈ കുഫ്ർ ഉണ്ടായി അവിടുന്ന് മാറി വന്ന് ശത്രുക്കളുടെ ഇടയിൽ ഇസ്ലാം ഒന്ന് ഉറക്കെ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങളുമായിരുന്നു. ഫമന്നല്ലാഹു അലൈക്കും, എന്നിട്ട് അള്ളാഹു നിങ്ങളുടെ മേലെ ഔദാര്യം ചൊരിഞ്ഞതാണ്. ഫതബയ്യനു, അതുകൊണ്ട് നിങ്ങൾ ഒരാളെ വധിക്കുന്നതിന് മുമ്പ് ആ കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാണ്. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ ആയത്ത്, ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ഇത് ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾ ആ സ്വത്തിന് വേണ്ടി അവനെ വധിക്കുകയാണ് എങ്കിൽ അള്ളാഹു അത് അറിയുന്നവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ സഹാബികൾക്ക് ഇപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ആവട്ടെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആവട്ടെ ഇങ്ങനെ സംഭവിച്ചു പോയി. ഇതിന്റെ പേരിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല? കാരണം അവർ മുജ്തഹിദുകളാണ്. ആ സമയത്ത് അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയായിരിക്കുമെന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു മുജ്തഹിദിനെ സംബന്ധിച്ചിടത്തോളം അവന് ശരിയായാൽ 2 പ്രതിഫലവും, അബദ്ധമാണ് സംഭവിച്ചത് എങ്കിൽ 1 പ്രതിഫലവും ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ നടപടി എടുക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ യുദ്ധ സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തഹിയ്യത്ത് സലാം പറഞ്ഞുകൊണ്ട് മുസ്ലിമാണെന്ന് അറിയിക്കുന്ന വ്യക്തിയെ കാര്യം വ്യക്തമായി പരിഗണിക്കാതെ വധിക്കരുത് എന്ന് ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിതുപോലൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു അവസ്ഥയിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 135-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നീതിയോടുകൂടി അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുക. ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും. സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസ്ഥ. ആ സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങൾ നീതിപൂർവമായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്ന് അല്ലാഹു തആല പറയാണ്. എന്നിട്ട് പറയാണ്, വലൗ അലാ അൻഫുസികും അവൽ വാലിദൈനി വൽ അഖ്റബീൻ. അത് നിങ്ങൾക്ക് എതിരെ തന്നെയാണെങ്കിലും, നിങ്ങളുടെ അടുത്ത മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിലും, കുടുംബക്കാർക്ക് വേണ്ടിയാണെങ്കിലും, എന്തെങ്കിലും വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുകയാണ്. സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചാൽ അതിന്റെ ഉപദ്രവം ഒന്നുകിൽ നമുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കാണ്, നമ്മുടെ കുടുംബക്കാർക്കാണ് എന്ന് കരുതി എന്ത് ചെയ്യരുത്? കള്ളസാക്ഷ്യം വഹിക്കുകയോ സാക്ഷ്യം വഹിക്കൽ നിന്ന് ഒഴിവാകുകയോ ചെയ്യരുത്. ആ സാക്ഷ്യം വഹിക്കുമ്പോൾ അവിടെ സത്യത്തിന് വേണ്ടി നീതിപൂർവം, ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിപൂർവം വേണം നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ. എന്നിട്ട് പറയാണ്, ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ. ഇനി ആർക്ക് വേണ്ടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? അവനൊരു സമ്പന്നനാണ്, അപ്പൊ അവന് സമ്പന്നനാണ്, അതുകൊണ്ട് അവനെ ഉപദ്രവിക്കാമെന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കണ്ട, അവനെ കൊണ്ട് ഗുണമുണ്ടാവും എന്ന് കരുതിക്കൊണ്ടോ നിങ്ങൾ സാക്ഷ്യം വഹിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിലൊരു സാധു, ആ ഫക്കീറാണ്, അവനോടൊരു കാരുണ്യം തോന്നിയിട്ട് ഇനി അവനെതിരെ അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സാക്ഷ്യം നമ്മളായിരിക്കും സാക്ഷി, അപ്പൊ അവനെ നമ്മൾ സാക്ഷ്യം വഹിച്ച് അവനൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അവൻ ദരിദ്രനാണ് അതുകൊണ്ട് അവനെ കാര്യാക്കണ്ട, അവനെതിരെ എന്തും പറയാ എന്ന നിലക്കോ, അങ്ങനെ ഒന്നും നീതിയല്ലാതെ, നീതിപൂർവമല്ലാതെ നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. സാക്ഷ്യം വഹിക്കുമ്പോൾ നീതിപൂർവം മാത്രം വെക്കണം എന്ന് പറയാണ്. ഇൻ യകൂൻ ഗനിയൻ ഫഖീറൻ, സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, ഫല്ലാഹു ഔലാ ബിഹിമാ, അവരുടെ കാര്യത്തിൽ ഏറ്റവും അടുത്തിട്ടുള്ളത് അള്ളാഹുവാണ്. അവരുടെ കാര്യം അള്ളാഹുവാണ് ഏറ്റവും നോക്കേണ്ടത്. സാക്ഷ്യം വഹിക്കുമ്പോൾ നീതിപൂർവമായിരിക്കണം. എന്നിട്ട് പറയാണ്, ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലൂ. നിങ്ങൾ നിങ്ങളെ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് നീതിപൂർവമല്ലാതെ സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് തെറ്റായ രീതിയിലോ കളവായ രീതിയിലോ ഒന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. വഇൻ തൽബൂ ഔ തുഅരിദൂ. ഇനി നിങ്ങൾ സാക്ഷ്യം വഹിക്കുമ്പോൾ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് പറയാനോ, ഒരു സാക്ഷ്യം വഹിക്കാനോ, പക്ഷെ ഒരു കാര്യത്തിന് കൃത്യമായി സാക്ഷ്യം വഹിക്കാതെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു മറിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകാതെ പിന്തിരിഞ്ഞുകൊണ്ടോ നിങ്ങൾ പോവുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ്, അതിന് നമ്മോട് വിളിക്കുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം വഹിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ സാക്ഷ്യം നിൽക്കുന്നവനാണ് ഉത്തമൻ എന്ന് പറഞ്ഞു കാണാം. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആർക്കെതിരാണെങ്കിലും, നമ്മുടെ സ്വന്തത്തിനെതിരാണെങ്കിലും, മാതാപിതാക്കൾക്കോ കുടുംബക്കാർക്കോ, അല്ലെങ്കിൽ സമൂഹത്തിൽ സമ്പന്നതയുള്ള ആളോ അല്ലെങ്കിൽ ദരിദ്രനായ ഒരാളോട് കാരുണ്യം കൊണ്ടോ ഒന്നും ആ സാക്ഷ്യത്തിൽ നീതിപൂർവമല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സാക്ഷ്യം വഹിക്കരുത്. അവർക്ക് യോജിച്ചിട്ടും നിൽക്കാൻ പാടില്ല, അവർക്കെതിരായിട്ടും ഉള്ളതുപോലെ നീതിപൂർവം വേണം സാക്ഷ്യം വഹിക്കാൻ. അതിൽ നിങ്ങൾ ദേഹേച്ഛയെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറയാം. നീ ആ സാക്ഷ്യം വഹിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കോട്ടിമാട്ടി വളച്ചൊടിച്ച് അങ്ങനെ പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ നീതിയോടുകൂടി സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥകളിൽ നീതി പാലിക്കുക എന്ന്, ഇസ്ലാമിൽ നീതി എന്നുള്ളത് നീതിയുടെ മതമാണ് ഇസ്ലാം. ഒരാളോടും അനീതി കാണിക്കാത്ത അത്രയും കൃത്യമായ നിയമവ്യവസ്ഥകളും ദുനിയാവിലാവട്ടെ പരലോകത്തെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാവട്ടെ നീതിയോടുകൂടി അല്ലാതെ ഒന്നുമില്ല. ഇസ്ലാമിലെ ഒരു കാര്യം പോലും ഒരാൾക്ക് അർഹതപ്പെടാത്ത രീതിയിൽ ലഭിച്ചു എന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് അർഹതയുള്ളത് ലഭിച്ചില്ല എന്നോ വരുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നീതി പാലിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. അടുത്ത ആയത്തും ഇതിനു ശേഷമുള്ള തൊട്ടടുത്ത ആയത്താണ് സൂറത്ത് നിസായിലെ 136-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് മുഅ്മിനീങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി,
അവന്റെ റസൂലിൽ ഇറക്കിയിട്ടുള്ള കിതാബിൽ അഥവാ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുക. വൽ കിതാബില്ലദി അൻസല മിൻ ഖബൽ, മുമ്പ് അല്ലാഹു തആല മുമ്പ് ഇറക്കിയിട്ടുള്ള കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കുക. വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ കുഫർ കാണിക്കുകയാണ്, നിഷേധിക്കുകയാണ്, വമലായികതിഹി, അവന്റെ മലക്കുകളിൽ, വകുതുബിഹി, അവന്റെ കിതാബുകളിൽ, വറുസുലിഹി, അവന്റെ റസൂലുകളിൽ, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ, ഫഖദ് ضل ضلالا بعيدا, അവൻ ബഹുദൂരം വഴികേടിലായിരിക്കുന്നു. ഇവിടെ ഒരാൾ മുഅ്മിനാവണമെങ്കിൽ അവന്റെ നിർബന്ധമായിരിക്കേണ്ട അർക്കാനുൽ ഈമാൻ 6 കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അത് വിശ്വസിച്ച ആളുകളാണ് ആര്? മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് യാ അയ്യുഹല്ലദീന ആമനു, പിന്നെയും ആമിനു ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞ ആവശ്യം എന്താണ്? ആവശ്യമില്ല, കാരണം വിശ്വസിച്ച ആളുകളാണ് മുഅ്മിനീങ്ങൾ. പിന്നെ ഇത് പറയാനുള്ള കാരണം എന്താണ്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അത് മരണം വരെ ഇസ്തിംറാറോടുകൂടി സബാത്തോടുകൂടി ഉറച്ചു നിൽക്കണം ഈ ഈമാൻ കാര്യങ്ങളിൽ എന്നറിയിക്കാനാണ് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഈമാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നത്. അതിൽ ഈമാനിന്റെ അടിസ്ഥാനം ആമിനു ബില്ലാഹി, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എല്ലാ വിശ്വാസ കാര്യങ്ങളും മടങ്ങുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ അസ്ലും മിനൽ ഉസൂൽ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ. അള്ളാഹുവിലുള്ള വിശ്വാസം പറഞ്ഞു, അവന്റെ റസൂലിലെ വിശ്വാസം പറഞ്ഞു, ശേഷം ആ റസൂലിന് ഇറക്കിയ കിതാബ് ഖുർആനിലുള്ള വിശ്വാസം പറഞ്ഞു. അതോടൊപ്പം എന്ന് പറഞ്ഞു, മുൻപ് ഇറക്കിയിട്ടുള്ള കിതാബുകളും, അതായത് മുമ്പ് ഇറക്കിയിട്ടുള്ള കിതാബുകൾ ഏതാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ഇറക്കിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് എന്താ ഇറക്കിയിട്ടുള്ളത്? സബൂർ ഇറക്കിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ ഇറക്കിയിട്ടുണ്ട്. ഈ കിതാബുകൾ അള്ളാഹു ഇറക്കിയതാണ് എന്ന് വിശ്വസിക്കണം. അതല്ലാതെ അതിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്നാണ് ഉദ്ദേശം? അല്ല, അതിന്റെ നിയമങ്ങളെല്ലാം ഖുർആൻ ഇറങ്ങിയതോടുകൂടി അതിന്റെ നിയമങ്ങൾ ബാധകമല്ല. ഖുർആന്റെ നിയമമാണ് ശരി, അതാണ് പൂർണ്ണമായിട്ടുള്ളത്. എന്നാൽ ഈ കിതാബുകൾ അള്ളാഹു ഇറക്കിയതാണ്, ഈ നബിമാർക്ക് ഇറക്കിയതാണ്, അതിന്റെ പേരുകൾ നമുക്ക് അറിയുന്നത്, ആ പേരുകൾ അങ്ങനെ വിശ്വസിക്കണം. അതുപോലെ തന്നെ അത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോ ഒരെണ്ണത്തിൽ ഇപ്പോ ഒരാൾ വിശ്വസിക്കുകയാണ്, ഇഞ്ചീൽ എന്നൊരു കിതാബ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയിട്ടില്ല, അത് അള്ളാഹു ഇറക്കിയതല്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകും. കാരണം അവന്റെ വിശ്വാസം പഴിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ കിതാബുകളിലും വിശ്വസിക്കണം, അതുപോലെ എല്ലാ റസൂലുകളിലും വിശ്വസിക്കണം. ഇപ്പോ നൂഹ് നബി അലൈഹി ഇസ്ലാം മുതലുള്ള റസൂലുകൾ, അള്ളാഹു നിയോഗിച്ച റസൂൽ, അത് ഒരു റസൂൽ അള്ളാഹിന്റെ റസൂൽ അല്ല എന്നൊരാൾ വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു റസൂല്, നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ റസൂൽ അല്ല എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ കാഫിറാകും, അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകും. കാരണം ഒരു റസൂൽ നിഷേധിച്ചാൽ എല്ലാവരെയും നിഷേധിച്ച പോലെയാണ്. അപ്പോൾ എല്ലാ കിതാബിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈമാൻ കാര്യങ്ങളിലെ അടിസ്ഥാനങ്ങളെ പറഞ്ഞു. വമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ, വമലായികതിഹി, അവന്റെ മലക്കുകളിൽ, വകുതുബിഹി, കിതാബുകളിൽ, വറുസുലിഹി, റസൂലുകളിൽ, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ അവിശ്വസിച്ചാൽ ഫഖദ് ضل ضلالا بعيدا, അവൻ ബഹുദൂരൻ വഴികേടിലായിരിക്കുന്നു എന്ന് പറയാം. ഈമാൻ കാര്യങ്ങൾ എത്രണ്ണമാണ് ഉള്ളത്? മൊത്തത്തിൽ 6 പക്ഷെ ഇതിൽ 5 പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിൽ പല സന്ദർഭങ്ങളിലും ഈ 5 മാത്രം ഒരുമിച്ച് പറയുകയും ഖദറിലെ വിശ്വാസം വേറെ പറയുകയും ചെയ്യാം. ചില മുൻഗാമികളുടെ കിതാബുകളിൽ നമുക്ക് കാണാം 5 ഈമാൻ കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞത് കാണാം. അവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, ഖദറിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് 5 മാത്രം പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാം. പക്ഷേ ഹദീസ് ജിബ്രീലെല്ലാം 6 പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ചില മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ സാധിക്കും 5 ഈമാൻ കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞത് കാണാം. അവർ ഖദറിലെ വിശ്വാസം നിഷേധിച്ചുകൊണ്ടല്ല, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ് എന്ന നിലക്ക് ചിലർ അങ്ങനെ പറയാറുണ്ട്. ആ നിലക്കാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഖുർആനിൽ തന്നെ അതിനോടൊപ്പം തന്നെ ഖദറിലെ വിശ്വാസം ചില സന്ദർഭങ്ങളിൽ പരാമർശിക്കാറുണ്ട്. അപ്പൊ ഈമാൻ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിഷേധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ റസൂലുകളിൽ ഒരു റസൂലിനെ നിഷേധിച്ചാൽ, മലക്കുകളിൽ ഒരു മലക്കിനെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മാത്രം, അല്ലെങ്കിൽ ഒരു അള്ളാഹ് അറിയിച്ചിട്ടുള്ള ഒരു മലക്കിനെ മാത്രം, അങ്ങനെ ഒരു മലക്കില്ല, അതിലും വിശ്വസിക്കൂല പറഞ്ഞാൽ മൊത്തം ഈമാൻ കാര്യം അവിശ്വസിച്ചതിന് തുല്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ കുഫ്ർ വന്നാൽ ബഹുദൂരം വഴികേടിലാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വിളിച്ച് ഈ ഈമാൻ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചത് മരണം വരെ അതിൽ തുടർച്ചയായി നിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈമാൻ കാര്യങ്ങൾ എന്നുള്ളത്. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 144 ആയത്താണ്.
മുമ്പ് പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള, നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാഹു തആല വീണ്ടും ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കാര്യത്തിന്റെ ഒരു ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം അത്രയും തവണ ഇനിയും വരുന്നുണ്ട് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്. സൂറത്ത് നിസായിലെ 144-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ, നിങ്ങൾ കുഫാറുകളെ ഔലിയാക്കളായി ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, മുഅ്മിനീങ്ങൾക്ക് പകരം, സത്യവിശ്വാസികൾക്ക് പകരം കുഫാറുകളെ ഉറ്റമിത്രമായി നിങ്ങൾ സ്വീകരിക്കരുത്. അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കെതിരെ വ്യക്തമായിട്ടുള്ള ഒരു ഹുജ്ജത്ത്, ഒരു സുൽത്താൻ, ഒരു രേഖ, ഒരു പ്രമാണം, ഒരു തെളിവ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് വലാ ബറാഇന്റെ വിഷയം. ഒരു മുഅ്മിൻ അവൻ ഉറ്റമിത്രമായി, അവന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ട്, അവന്റെ സ്നേഹബന്ധമുള്ളവനായിട്ട്, അവൻ അടുത്ത ബന്ധമുള്ളവനായിട്ട് അവൻ കൂട്ടുകൂടേണ്ടത് മുഅ്മിനീങ്ങളുമായിട്ടാണ്. അല്ലാത്ത പക്ഷം അത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. മുനാഫിഖുകളുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് അള്ളാഹു ഇത് പറയുന്നത്. മുനാഫിഖീങ്ങളുടെ വിശേഷണമാണ് കാഫിരീങ്ങളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുക എന്നുള്ളത്. കാഫിരീങ്ങളെ ഉറ്റമിത്രങ്ങളായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് കച്ചവടം നടത്തുന്നതോ ക്രയവിക്രയം നടത്തുന്നതോ അല്ലാതെയുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശം. ഉറ്റമിത്രങ്ങളായി, സ്നേഹബന്ധമുള്ള, രഹസ്യ സൂക്ഷിപ്പുകാരായി, അത്രയും ഹൃദയബന്ധമുള്ള ആളുകളായിട്ട് മുഅ്മിനീങ്ങൾ ഒരിക്കലും കാഫിരീങ്ങളെ സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിക്കുന്നത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനം ചോദിച്ചൊരു ചോദ്യം നോക്കൂ, അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന, അള്ളാഹുവിന് നിങ്ങൾക്കെതിരെ വ്യക്തമായൊരു രേഖ, ഒരു പ്രമാണം, ഒരു തെളിവ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന്. അഥവാ കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അത് നിങ്ങൾക്കെതിരെ അള്ളാഹുവിനുള്ള വ്യക്തമായൊരു ഹുജ്ജത്തായി തീരുകയാണ്. മുനാഫിഖീങ്ങളുടെ അടയാളമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗൗരവമുള്ള കാര്യമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ തെളിവ് നിങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്, ഈ കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നത് മുഖേന. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അല്ലാഹു തആല ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യം, വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അള്ളാഹു സ്വന്തത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഈ കുഫാറുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നുള്ളത്. അപ്പൊ മുനാഫിഖീങ്ങളുടെ അടയാളമായിട്ടുള്ള ഈ കാര്യം നമ്മളിലില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങൾ അവർ കൂട്ടുകൂടേണ്ടതും അവരെ സ്നേഹബന്ധം ഉണ്ടാകേണ്ടതും അതുപോലെ അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കേണ്ടതും മുഅ്മിനീങ്ങളെയാണ്, സത്യവിശ്വാസികളെയാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിഫാഖുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തമായൊരു പ്രമാണമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുക. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.